ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രാധാമണീസ് വേൾഡ്. ഞങ്ങൾ കോഴിക്കോട് ഒന്ന് കാണാൻ പോയതാണ്. അടിപൊളിയാണ് കോഴിക്കോട്. ഞാൻ 6 വർഷം കോഴിക്കോട് പോയി ജോലി ചെയ്തിട്ടും ഞാൻ ഈ വക സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല, ബീച്ചും കണ്ടിട്ടില്ല, എവിടെയും കണ്ടില്ല എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ബേപ്പൂർ ബീച്ച്. ഈ ഭാഗമൊന്നുമില്ല, കുറേ ഇങ്ങനെ ഉണ്ട്. ഇത് നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്, കയറി വരുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ വിശാലമായിട്ടാണ് കിടക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇരിക്കാനും ഒക്കെ പറ്റും. ഞങ്ങൾ രാവിലെ തന്നെ, കാരണം അങ്ങനെ അധികം അവിടെ ഇരിക്കാനൊന്നും പറ്റില്ല, നല്ല വെയിലാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ആ കാണുന്നത്. കടലേ രാവിലെ തന്നെ, കാരണം ആളുകളധികം വന്നു തുടങ്ങിയിട്ടില്ല. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഞാനും ചൂട് അങ്ങനെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നല്ലൊരു അനുഭവമായിരുന്നു. ഒരു നല്ല പാട്ടൊക്കെ പാടി അതും ഇതിങ്ങനെ വേവ്സിലിങ്ങനെ പൊന്തിയും കാണും. നല്ല രസകരമായിരുന്നു. കടൽ ആ സൈഡിലേക്കാണ്. ഹൗസ് ബോട്ടിലുള്ള ഞങ്ങളുടെ യാത്ര വളരെ രസകരമായിരുന്നു. കുട്ടികളും എല്ലാവരുമായിട്ട് നല്ല രസമാണ്, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്. അങ്ങനെ വിശാലമായി കിടക്കുന്ന ബേപ്പൂർ ബീച്ചും പോർട്ടും ഒക്കെയാണ് കാണുന്നത്. എത്ര മോഡലുകളാണ് ഇവിടെ കിടക്കുന്നത്. നല്ല ഭംഗിയുള്ള പല കളേഴ്സിലും. പോർട്ടിൽ ചെറിയ ഷിപ്പുകളൊക്കെ ഉണ്ട്. ആ തീരങ്ങളൊക്കെ കണ്ടോ, അതിമനോഹരമായ തീരങ്ങളും എല്ലാം കാണാൻ നല്ല രസമുണ്ട്. അതിലിങ്ങനെ ഒഴുകി നടക്കുന്ന ഹൗസ് ബോട്ടുകളും എല്ലാം ഉണ്ട്. ആ തെങ്ങുകളും, ഉയർന്നു നിൽക്കുന്ന തെങ്ങുകളുണ്ടല്ലേ, തെങ്ങുകളും ഈ ബിൽഡിങ്ങുകളും എല്ലാം കാണാൻ നല്ല രസമില്ലേ.
ഇതാ അകലെ കാണുന്നതാണ് കടൽ. അങ്ങോട്ട് പോകില്ല, അവിടെ ഡേഞ്ചറസ് ഏരിയ ആണ്. അതുകൊണ്ട് ഈ അറ്റം വരെ ഇങ്ങനെ പോയി ഇങ്ങനെ കണ്ട് 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 ഞങ്ങളെ അങ്ങോട്ട് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് ഹൗസ് ബോട്ടുകാർ. പിന്നീട് അവിടെ നിന്ന് മിഠായിത്തെരുവിലെത്തി. അവിടെ പിന്നെ പറയണ്ടല്ലോ, എന്തൊക്കെ കാണാനുള്ളത്, ഇഷ്ടം പോലെ ഐറ്റംസാണ്. ഏത് വേണം എന്നാണ്. ഡ്രസ്സുകൾ, സ്വീറ്റ്സ്, കോഴിക്കോടൻ ഹൽവ, ചിപ്സ്, അതൊക്കെ പ്രധാനമാണല്ലോ, എല്ലാം ഉണ്ട് അവിടെ. കറങ്ങി കറങ്ങി ചില ഐറ്റംസൊക്കെ വാങ്ങി പിന്നെ മാനാഞ്ചിറ മൈതാനിയിലേക്ക് പോകുന്ന വഴിയാണ്. ആ സൈഡാണ് അത് കാണുന്നത്. മാനാഞ്ചിറ, കോഴിക്കോട്. അവിടെ നിന്നും ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്കാണ് പോയത്. എത്ര ആൾക്കാരാണോ! ഉച്ചയ്ക്ക് ഇതിലെ പോയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പൂരത്തിന് ആൾക്കാർ. ബീച്ചിൽ പട്ടം പറത്തലും ഉണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഫിഷിൻ്റെ രൂപത്തിലുള്ളൊരു വേസ്റ്റ് ബിൻ ഉണ്ട്. എന്നിട്ട് എന്താ സാധനങ്ങളൊക്കെ താഴെ കിടക്കുന്ന കുപ്പികളൊക്കെ. പിള്ളേരുകൾ കുറേ കുളിക്കാനൊക്കെ ഉണ്ട്. സൂര്യൻ നല്ല കത്തിജ്വലിച്ച് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ബദാമിൻ്റെ നല്ല ഷേപ്പിലുള്ള മരങ്ങളൊക്കെയാണ്. ബദാം മരങ്ങൾ. നമ്മുടെ നാട്ടിൽ മുട്ടകമുണ്ട്. അവിടെയുണ്ട്. എത്ര ജനങ്ങളാണ് നോക്ക്.
നല്ല ശക്തിയോടെയാണ് തിര വരുന്നത്. അങ്ങനെ ഒരു അടിപൊളി 1 ഡേ ട്രിപ്പ് കഴിഞ്ഞു. കോഴിക്കോട് 2 ബീച്ചുകൾ, ബേപ്പൂരും കോഴിക്കോട് ബീച്ചും കണ്ടു. കോഴിക്കോട് ബീച്ചിൽ കൂടുതൽ തിരക്കുള്ള ഭാഗം കുറച്ചും കൂടി അപ്പുറത്താണ്. ആ ഭാഗത്തേക്ക് പോയില്ല. ഞങ്ങൾക്ക് നന്നായി കടലിൽ ഇറങ്ങാൻ പറ്റുന്ന ഭാഗത്തായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. താങ്ക് യു.